ഒരു സഭ എത്രത്തോളം വിശുദ്ധം ആയിരിക്കണം എന്ന് തീരുമാനിക്കുവാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഓരോ സഭയ്ക്കും എത്രത്തോളം ആത്മീയ നിലവാരം ഉണ്ടായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്നുണ്ട്. വിശുദ്ധിയെക്കുറിച്ച്, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കലോ ഉപദേശമോ ഇല്ലാത്ത സഭകളിൽ ആളുകൾ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കും. അവിടെ വരുന്നവർക്ക് അവിടെ നിന്ന് പോകുവാൻ ഒട്ടും താല്പര്യവും ഉണ്ടാവുകയില്ല. കാരണം അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവർക്കവിടെ ലഭിക്കുന്നത്. എന്നാൽ ജനം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടുന്ന സ്ഥലമല്ല സഭ. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ജനത്തെ ഉയർത്തുന്ന, അവരെ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന കൂടിവരവുകളായിട്ട് സഭകൾ മാറണം. പക്ഷേ മാറുന്നില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ സത്യം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദൈവവചനമാണോ യഥാർത്ഥത്തിൽ സഭകളിൽ പ്രസംഗിക്കുന്നത് എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. സഭ ദൈവത്തിൻ്റെതായതുകൊണ്ട് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുകൊണ്ട് സഭയുടെ കെട്ടുപണികൾ, സഭയുടെ വളർച്ച എപ്രകാരമായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. എന്നാൽ സാധാരണഗതിയിൽ ഒരു സഭ വളർന്നു എന്ന് ആളുകൾ പറയുമ്പോൾ അതിന് കെട്ടിടങ്ങളുണ്ടായി, സ്ഥലമുണ്ടായി, സെമിത്തേരി ഉണ്ടായി, ഇപ്പോഴത്തെ ആധുനിക സംവിധാനങ്ങൾ എല്ലാം സഭയ്ക്കുണ്ടായി എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ സഭയ്ക്ക് വലിയ വളർച്ചയുണ്ടായി എന്ന് ആളുകൾ അവകാശപ്പെടുന്നത്. ഒരു വശത്ത് അത് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടാവാം. എന്നാൽ മറുവശത്ത് യേശുവിൻ്റെ ശരീരമാണല്ലോ സഭ, അത് അദൃശ്യമാണ്. ആ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് ആത്മീയമാണ്. ആത്മീയമായിട്ട് വളരാത്ത ഒരു സഭയും വളർന്നു എന്ന് അവകാശപ്പെടുവാൻ പാടുള്ളതല്ല. ആത്മീക വളർച്ച, ക്രിസ്തു എന്ന തലയോളമുള്ള വളർച്ച, അതാണ് വളർച്ചയുടെ മാനദണ്ഡമായിട്ട് നമ്മുടെ കർത്താവ് കണക്കാക്കുന്നത്. അതുകൊണ്ട് സഭകൾ തളരുകയാണോ വളരുകയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ കാലങ്ങളിൽ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നും വഴക്കും പിണക്കവും വാശിയും വൈരാഗ്യവും വെറുപ്പും ഉള്ളിൽ വെച്ചുകൊണ്ട് പുറമേ ഭക്തിയുടെ വേഷം ധരിച്ച് ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പേരുകൊണ്ട് സഭ എന്നൊക്കെ പറയാമെങ്കിലും രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരിക്കലും കർത്താവ് അങ്ങനെയുള്ളവരെ എണ്ണുകയില്ല എന്നുള്ളതല്ലേ സത്യം. കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ആരെങ്കിലുമാണോ ദൈവരാജ്യത്തിൽ പോകുന്നത്? അല്ല എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കർത്താവ് വിശുദ്ധനാണ്. കർത്താവിനെ ആരാധിക്കുന്നവർ വിശുദ്ധരായിരിക്കണം. മോശ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ ഭാവിച്ചപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണ്, അതുകൊണ്ട് നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയാനാണ് പറഞ്ഞത്. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നിൻ്റെ കാൽ സൂക്ഷിക്കണം എന്ന് സഭാപ്രസംഗിയിൽ നാം വായിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? പകലന്തിയോളം അധ്വാനിക്കുകയും അങ്ങനെ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആളുകളാണല്ലോ സഭയിൽ വരുന്നത്. ഞായറാഴ്ച സഭായോഗത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടിവരവുകളിൽ സംബന്ധിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിച്ചും നല്ല പാട്ടുകൾ പാടിയും നന്നായി കൈയടിച്ചും ബൈബിൾ കയ്യിലൊക്കെ പിടിച്ചുമൊക്കെ കൊണ്ട് പോകുന്നത് ആത്മീയതയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നാം കർത്താവിനോടൊപ്പമാണോ നടക്കുന്നത്? കർത്താവിന് പ്രസാദകരമായിട്ടുള്ളതാണോ ചെയ്യുന്നത്? എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ, നാമും കപടഭക്തിക്കാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യേശു ഈ ഭൂമിയിൽ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടിയത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരോടും പരീശന്മാരോടുമാണ്. അവർ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നല്ല കാര്യങ്ങളായിരുന്നു. അവർ ദശാംശം കൊടുക്കുന്നു, അത് സാധുക്കളെ സഹായിക്കുന്നു, കടലും കരയും മറ്റുള്ളവരെ അവരുടെ മതത്തിൽ ചേർക്കാൻ വേണ്ടി കടലും കരയും ചുറ്റി നടക്കുന്നു, ആഴ്ചയിൽ പല ദിവസവും ഉപവസിക്കുന്നു, മാത്രമല്ല അവസരം കിട്ടുമ്പോഴൊക്കെ ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. ബാഹ്യമായ നോട്ടത്തിൽ അവർ നല്ല ഭക്തരാണ്, എന്നാൽ ദൈവങ്ങളുടെ ഹൃദയങ്ങളെയാണ് കണ്ടത്. പുറമേ അവർ മതഭക്തരായിട്ട് ഭക്തന്മാരായിട്ട് ഒക്കെ ജീവിച്ചുവെങ്കിലും അവരുടെ ഹൃദയം അതേ കർത്താവിൻ്റെ ഭാഷയിൽ കർത്താവ് പറഞ്ഞതനുസരിച്ച് അത്
വെള്ള തേച്ച ശവക്കല്ലറയ്ക്ക് തുല്യമായിരുന്നു. അകം മുഴുവൻ ദുർഗന്ധമാണ്. പാപത്തിൻ്റെ ആ അഴുക്ക് ചാലിൽ ആണ് അവർ കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത്. ചിന്താമണ്ഡലത്തിൽ അവർ അശുദ്ധരായിരുന്നു. പ്രവൃത്തിയിൽ അവർക്ക് വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ബാഹ്യമായി അകത്തുള്ളതെല്ലാം മറച്ചു വെച്ച്, ഹൃദയത്തിൻ്റെ ദുഷ്ടതയെല്ലാം മറച്ചു വെച്ച് പുറമെ നോക്കുമ്പോൾ ഭക്തിയുടെ വേഷം ധരിക്കുന്ന ഒരു സംസ്കാരമായിരുന്നു യേശുവിൻ്റെ കാലത്തെ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഉണ്ടായിരുന്നത്. ഇന്നും അതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയുവാൻ പറ്റുമോ? പുറമെ നോക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ സജീവമാണ്, കമ്മിറ്റിയിലെ അംഗമാണ്, സഭയിലെ സെക്രട്ടറിയാണ്, ദശാംശം കൊടുക്കുന്നുണ്ട്, സുവിശേഷ പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻപന്തിയിലാണ്. പക്ഷെ പാപത്തെ ജയിച്ചിട്ടില്ല, പാപത്തിൻ്റെ മേൽ ജയം പ്രാപിച്ചിട്ടില്ല, ലോകമോഹങ്ങൾ കുറഞ്ഞിട്ടില്ല, ലോകത്തോടുള്ള ആർത്തി ഒട്ടും തീർന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നാം ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ജീവിതമാണ് നയിക്കുന്നതെന്ന് അവകാശപ്പെട്ടാൽ അത് തീർച്ചും പൊള്ളയായ ഒരവകാശവാദം തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മെ തന്നെ ചതിക്കരുത്, നാം നമ്മെ തന്നെ വഞ്ചിക്കരുത്. നാം യഥാർത്ഥത്തിൽ വിശ്വാസത്തിലാണോ ഇരിക്കുന്നത് എന്ന് നാം പരിശോധിക്കണമെന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾ ശോധന ചെയ്യട്ടെ. എങ്കിൽ അവൻ്റെ പ്രശംസ അടക്കി വയ്ക്കുകയും അവൻ ദൈവസന്നിധിയിൽ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും എന്നതാണ് സത്യം. അതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ജീവിതം ഒന്നേയുള്ളൂ, അത് ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഭയത്തോടെ പ്രവാസകാലം കഴിപ്പാൻ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ.